വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേയിൽ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഈ ഒരു വീടാണെന്നുണ്ടെങ്കിലും നമ്മളെ നമ്മളുടെ ഓഫീസിൽ നിന്ന് വളരെ അടുത്ത് തന്നെ ആയിട്ടാണ്. നമ്മൾ പഴയ ഹോസ്റ്റലിൻ്റെ അത്രയും അടുത്തല്ല, എന്നാലും നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളൊരു ദിവസമാണ്. സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓഫീസിലെത്തിയപ്പോഴാണ് നമ്മളുടെ സ്റ്റോറി മുഴുവനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ കമ്പനി ഇന്ന് ഒന്നല്ല 2 ദിവസത്തേക്ക് നമുക്ക് ലീവ് തന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കമ്പനിക്ക് ഇതെന്ത് പറ്റിപ്പോയി എന്നുള്ളത് തന്നെ നമ്മൾ ആലോചിച്ചിട്ടോ. എന്തായാലും ലീവ് എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെല്ലാവരും സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാളിൽ തന്നെയുള്ള ചെറിയ ഷോപ്പുകളിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയം അവിടെ തിരിഞ്ഞ് കളിക്കാൻ നിന്നില്ല, കാരണം ഇനി ലീവ് എങ്ങാനും പിൻവലിച്ചിട്ട് അവർ നമ്മളെ തിരിച്ചിനി ഓഫീസിൽ ഇരുത്തിയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ വേഗം സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേഗം ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഡാർക്ക് ഫാൻറ്റസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കും മിക്കും ഡാർക്ക് ഫാൻറ്റസി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓഫറിൽ ഡാർക്ക് ഫാൻറ്റസി കണ്ടപ്പം അത് വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്നും ലീവ് കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമേ ലീവ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരു സ്പാനിലുള്ള ആളുകൾക്ക് മാത്രമാണ് ലീവ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമ്മൾ ഹോസ്റ്റലിലെത്തി വേഗം തന്നെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്ര അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ബാഗൊന്നും സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് വന്നിട്ട് നേരെ നമ്മളെ ബാഗിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വേഗം അടുക്കി പെറുക്കി നമ്മൾ ലാപ്ടോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കമ്പനിയിൽ നിന്ന് ലീവ് തന്ന സമയത്ത് അവർ ചിലപ്പം വർക്ക് ഫ്രം ഹോം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാപ്പും കൂടെ തന്നിട്ടാണ് കേട്ടോ നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് പോയാൽ മതി. ലീവ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ലാപ്പൊക്കെ എടുത്തിട്ട് വേഗം പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ വീണ്ടും വന്നിട്ടുള്ളത് നമ്മളെ മാളിലേക്ക് തന്നെയാണ്. അത് വേറെ ഒന്നിനുമല്ല, നമ്മളെ ഫുഡൊക്കെ ഓൾറെഡി ചേച്ചി പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു, പ്രിപ്പയർ ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പോകുമ്പം ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ മാളിലേക്ക് വന്നിട്ടുള്ളതാണ്. ചേച്ചി നമ്മളെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഡ്യൂട്ടിയിലുള്ള നമ്മളെ ബാക്കി ഫ്രണ്ട്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മളെ ഫുഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ നേരത്തെ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊന്നും ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയിട്ടില്ല. നമ്മൾ നേരത്തെ പോയിട്ട് വേഗം തന്നെ നമ്മളെ ഫുഡ് എടുത്തിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് മുട്ട പൊരിച്ചതും പിന്നെ മോര് കറിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു ദിവസത്തെ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇതിൽ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെ ഫുഡ് കമ്പാരിറ്റീവ്ലി നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ മുമ്പ് നിന്നിട്ടുണ്ടായിരുന്ന ഹോസ്റ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം മാഷാ അല്ലാ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ റാഹത്താണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വേറൊരു ദിവസത്തെ ലഞ്ചും കൂടി ഇതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. മുമ്പ് നിന്ന ഹോസ്റ്റലിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പം അൽഹംദുലില്ലാ റാഹത്താണ്. അങ്ങനെ എന്തായാലും നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മെട്രോയിൽ നേരെ നമ്മൾ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക, ട്രെയിൻ കയറുക, ഇതാണ് കേട്ടോ പ്ലാന്. അങ്ങനെ നമ്മൾ മെട്രോയിൽ എത്തി കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് തന്നെ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്, പിന്നെ ഉച്ച സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിനിലൊന്നും അധികം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നല്ല കൂളായിട്ട് തന്നെ ട്രെയിനിൽ കയറി അങ്ങനെ ഇരുന്നങ്ങനെ പോവുകയാണ് കേട്ടോ. പൊതുവേ നമ്മൾ നാട്ടിൽ പോണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷാണ് ഉണ്ടാവില്ല, ട്രെയിനിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കൂളായിട്ട് പോണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങിയതാ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്.
റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അത്ര തിരക്കുണ്ടാവില്ല, നമ്മളെ മെട്രോയിലെ പോലെ തന്നെ അത്ര അങ്ങോട്ട് റഷ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് ഇന്നും നമുക്ക് സീറ്റ് തട്ടുംപുറത്ത് തന്നെയാണ്. നമ്മളിരിക്കുന്നത് ഇതാ കണ്ടില്ലേ, തട്ടുംപുറത്താണ് കേട്ടോ. നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഈ നട്ടുച്ച സമയമായിട്ട് പോലും നമ്മളെ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കിട്ടിയ സീറ്റിൽ ഇരുന്നിട്ട് നമ്മളിതാ അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ട്രെയിനിലിരുന്ന് മുന്നോട്ട് പോയപ്പോഴേക്ക് തന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയും ഈ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. കാരണം അവരുടെ ജീവിത വരുമാനമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എത്ര തിരക്കാണെങ്കിലും നമ്മൾ എത്ര തിരക്കിൽ ഉള്ള ട്രെയിനിൽ പോവുകയാണെങ്കിലും ഇവരിതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എങ്ങനെയാണ് അത് കൊണ്ട് നടക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്ക് തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഇക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, വീട്ടിൽ നിന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ വിശേഷങ്ങളാണ്, അവിടുത്തെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലൊക്കെ ആയിട്ട് കൊടുക്കുക, നിങ്ങൾ പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് വേഗം തന്നെ നമ്മളെ ലാപ്ടോപ്പ് സേഫ് ആക്കിയിട്ടുണ്ട്. കാരണം തിരിച്ചു പോകുന്ന സമയത്ത് ലാപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ലാപ്പുമായിട്ട് വീട്ടിലേക്ക് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ലാപ്പൊക്കെ എടുത്ത് നല്ല സേഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. വീട് കണ്ടപ്പോൾ തന്നെ സമാധാനമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. അങ്ങനെ റൂമിലെത്തിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമായി. അങ്ങനെ പിന്നെ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇക്ക ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നേരെ ഇക്കൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഉപ്പനെയും ഉമ്മനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഇക്കയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്ക പിന്നെ ഡ്യൂട്ടിക്ക് പോയി എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നിട്ട് ഇക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയപ്പം ഉപ്പ ഞാൻ ലാസ്റ്റ് വന്നപ്പോഴേ ഇങ്ങനെ പായസം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്ന സമയത്ത് ഒരു പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പാക്ക്. അങ്ങനെ ഞാനിത് അവിടുന്ന് പായസമൊക്കെ കുടിച്ച് അങ്ങനെ നേരെ പിന്നെ തിരിച്ച് ഈവനിങ്ങിൽ തന്നെ ഞാൻ ഇക്കൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ലീവാണെങ്കിലും എന്താ പറയുക ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടോ ഈ ഒരു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായി. അങ്ങനെ തിരിച്ച് വീട്ടിൽ നിന്ന് നേരെ ഇക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ എൻ്റെ ഫോണ് ഓൾറെഡി നല്ലോണം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിന് കവറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടയിൽ കയറി. പിന്നെ നമുക്ക് 2 ബുക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് നമ്മളെ ബീച്ച് സൈഡിൽ ആ ഒരു ബുക്ക്, നമ്മൾ ആഗ്രഹിച്ച ആ ബുക്ക് തന്നെ വിൽക്കുന്ന ഒരു ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാറിൻ്റെ ഡിക്കിയിൽ ഇങ്ങനെ ബുക്കൊക്കെ വെച്ചിട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നേരെ തിരിച്ച് ഇക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിനി തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ബാഗ് പാക്കിംഗ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ കണ്ണടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു 8-10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം നോക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മൈഗ്രെയിനും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും കണ്ണട യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് വീക്കിൽ വന്നപ്പോൾ തന്നെ കണ്ണടക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണടയും എല്ലാം സെറ്റാക്കി നമ്മളിതാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് നേരെ നമ്മൾ എറണാകുളത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെ വീണ്ടും ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടേക്ക് അലക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റൊക്കെ ഫുൾ അലക്കി മടക്കി സെറ്റാക്കിയിട്ട് നമ്മളെ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്കും നമ്മൾ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് എൻ്റെ ബാഗിൽ ഉണ്ടാവുക ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഡ്രസ്സും ബെഡ്ഷീറ്റും വെള്ളക്കുപ്പിയും തന്നെ ഉണ്ടാവുക, വേറെ പുതിയ ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ എന്തായാലും എല്ലാ സാധനങ്ങളും സെറ്റാക്കി നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്.
ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കാണ്. അതിപ്പോൾ നമുക്ക് കണ്ട് ശീലമായിട്ട് ഇപ്പം നമുക്കതൊരു എന്താ പറയുക ഒരു അത് കാണുമ്പോൾ ഒരു സംഭവമായിട്ട് തോന്നണില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലൊരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ട് അവിടുന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് എസ്കലേറ്ററിൽ കയറും. ആ എസ്കലേറ്ററിൽ കയറുമ്പം അതിലുള്ള ആളുകളെ എണ്ണം കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്. കാരണം എത്ര ആളുകളാണെന്നറിയോ ഒരേ സമയം ആ ഒരു എസ്കലേറ്റർ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ശരിക്കും എനിക്കിങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. ഇത്രയും ആളുകൾ ഒരേ ടൈം ഈ എസ്കലേറ്റർ യൂസ് ചെയ്യുമ്പോൾ എസ്കലേറ്റർ നിന്നോ എന്നൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നും. ചിലപ്പോൾ എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്കങ്ങനെ തോന്നണതായിരിക്കും. അപ്പോൾ പക്ഷേ എനിക്ക് ശരിക്കും ചില സമയത്ത് ആ എസ്കലേറ്ററിൽ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എറണാകുളം എത്തുമ്പോഴേക്കും നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഇതാ സീറ്റൊക്കെ ഇതേപോലെ കാലിയാവും. പക്ഷേ ഒരു ആലുവ എത്തുന്ന വരെ നല്ല തിരക്കാണ് കേട്ടോ ട്രെയിനിൻ്റെ അകത്ത് എപ്പോഴും. അങ്ങനെ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഞാനിതാ അടുത്ത യുദ്ധത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഈ ഒരു എസ്കലേറ്ററിൽ. എത്ര ആൾക്കാരാണെന്നറിയാം. ഒരു സ്റ്റെപ്പിൽ തന്നെ 4-5 ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ ശരിക്കും എപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നും. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.